السلام عليكم ورحمة الله. കുതുബി 73. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. മീറിന്റെ കൗലാണ് ചർച്ച. ഖൗലുഹു ഇശാറത്തുൻ ഇലാ തഖ്സീമിൽ ഇസ്മി ബിൽ ഖിയാസി ഇലാ മഅനാഹു. ഇസ്മിനെ അതിന്റെ മഅനയിലേക്ക് ചേർത്തി നോക്കിയിട്ട് തഖ്സീമാക്കുന്നതിലേക്ക് സൂചന ഉണ്ട്. ആ ഖൗല് ചർച്ച ചെയ്തുകൊണ്ട് മീർ വിവരിക്കുകയാണ്. അഖൂലു, ഞാൻ പറയുന്നു, ജഅല ശാരിഹ് ആക്കി, ആദിഹിൽ ഖിസ്മത ഈ പറയപ്പെട്ടതായ അംശയിക്കന്നെ, ഇവിടെ അംശയിച്ചത് ഇസ്മിനെ മാനയിലേക്ക് ചേർത്തിയിട്ട് അംശയമാക്കി, അതിനെ ശാരിഹ് ആക്കി മഖ്സൂസത്തൻ ബിൽ ഇസ്മി, ഇസ്മു കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാക്കി. അതായത് ഇസ്മു കൊണ്ട് പ്രത്യേകമാക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇസ്മിനെ മാനയിലേക്ക് ചേർത്തിയിട്ട് തഖ്സീമാക്കുക, ഇസ്മിനെ മാനയിലേക്ക് ചേർത്തിയിട്ട് തഖ്സീമാക്കുക. എന്തല്ല, വേറെ പദാർത്ഥങ്ങളുണ്ട്, മറ്റുള്ളതായ ഫീലുകൾ, അതുപോലെ കലിമത്തുകളുണ്ട്. ഇതൊന്നും അതിന്റെ മാനയിലേക്ക് നോക്കിയിട്ട് തഖ്സീമാക്കുന്ന ചർച്ചയിൽ വരുന്നില്ല. അപ്പം ഈ പറയപ്പെട്ട മാനയിലേക്ക് നോക്കിയിട്ട് തഖ്സീമാക്കുക എന്നുള്ളത് അത് ഇസ്മിനിക്ക് മാത്രം ബാധകമായതാണ്. എന്താണ് അത് ഇസ്മിനിക്ക് മാത്രം ബാധകമായി എന്ന് പറയാനുള്ള കാരണം? അന്ന ഇൻഖിസാമൽ ലഫ്ളി, തീർച്ചയായിട്ടും ഒരു ലഫ്ള് അംശയമാവുക എന്നുള്ളത്, ഇലൽ ജുസിഇ വൽ കുല്ലിയി, ഒരു ലഫ്ള് ജുസിയിലേക്കും കുല്ലിയിലേക്കും അംശയമാകുക. ജുസി എന്ന് പറഞ്ഞാൽ പലതിന്റെ മേലിൽ പറയാൻ പറ്റാത്തത്, കുല്ലി എന്ന് പറഞ്ഞാൽ പലതിന്റെ മേലിൽ പറയാൻ പറ്റുന്നത്. ഇന്നമാഹുവ, തീർച്ചയായിട്ടും ഈ ജുസിയിനെയും കുല്ലിയിന്റെയും മുന്നേക്കും നോക്കിയിട്ട് ലഫ്ള് അംശയമാവുക എന്ന് പറഞ്ഞ കാര്യം ബി അസബി ഇത്തിസാഫി മഅനാഹു, ആ ഇസ്മിന്റെ മഅന വസ്ഫ് സിദ്ധിക്കുന്നുവെന്ന അടിസ്ഥാനത്തിലാണ്. ഏതുകൊണ്ട് വസ്ഫ് സിദ്ധിക്കുക? ബിൽ ജുസിഇയ്യത്തി വൽ കുല്ലിയത്തി, ജുസിഇയ്യത്ത് കൊണ്ടും അതുപോലെ തന്നെ കുല്ലിയത്ത് കൊണ്ടും വസ്ഫ് സിദ്ധിക്കുക. കാരണം അതായത് ജുസിഇയ്യക്ക് ജുസി എന്ന് പറയാനുള്ള കാരണം എനിക്ക് ജുസിയത്ത് കൊണ്ട് വസ്ഫ് സിദ്ധിച്ചതുകൊണ്ടാണല്ലോ. കുല്ലി എന്ന് പറയാനുള്ള കാരണം കുല്ലിയത്ത് കൊണ്ട് വസ്ഫ് സിദ്ധിച്ചു. അപ്പൊ ഈ കുല്ലിയത്ത് കൊണ്ടും ജുസിയത്ത് കൊണ്ടും അംശവും സിദ്ധിച്ചത് കൊണ്ടാണ് ഇവിടെ ജുസിയെന്നും കുല്ലിയെന്നും പറയാനുള്ള കാരണം. എങ്കിൽ അതാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോണത്. എന്നാൽ മഅനൽ ഇസ്മി, അതോടുകൂടെ ഇസ്മിന്റെ മഅന എന്താണ്? മിൻ ഹൈസു മഅനാഹു, അതിന്റെ മഅനയിലൂടെ നോക്കുകയാണെങ്കിൽ. കാരണം മഅന എന്ന് പറഞ്ഞാൽ സ്വന്തം മഅന ഉള്ള ലഫ്ള്, അർത്ഥമുള്ളത് ലഫ്ളാണല്ലോ. ആ അടിസ്ഥാനത്തില് അത് മഅനാഹു മഅനൻ മുസ്തഖില്ലൻ, മഅനാഹു അതിന്റെ മഅനയാകുന്നത് മഅനൻ മുസ്തഖില്ലൻ. അതാണ് പറഞ്ഞത്. എന്ത് അല്ല മാറിക. മഅനൽ ഇസ്മി, ഇസ്മിന്റെ മഅന എന്ന് പറഞ്ഞാല് മിൻ ഹൈസു മഅനാഹു, അതിന്റെ അർത്ഥത്തിലേക്ക് നോക്കിയിട്ട്. അർത്ഥത്തിലേക്ക് നോക്കിയിട്ട് ഇസ്മിന്റെ മഅന മഅനൻ, അതൊരു മഅനയാണ്. സ്വാലിഹുൻ ലിൽ ഇത്തിസാഫി ബിഹിമ, ജുസിയ്യത്ത് കൊണ്ടും കുല്ലിയത്ത് കൊണ്ടും വസ്ഫ് സിദ്ധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മുസ്തഖില്ലായ മാനയാണ് ഏതിനുള്ളത്? ഒരു ഇസ്മിന്റെ മാന എന്ന് പറഞ്ഞാൽ.
ഒരു ഇസ്മിന്റെ മാന എന്ന് പറഞ്ഞാൽ അത് കുല്ലിയായിട്ടും വരാം, ജുസിയായിട്ടും ഒക്കെ വരാം. എന്നിട്ട് അത് വിശദീകരിക്കുക. ഫൈന മാന സൈദ്, ഈ സൈദ് എന്നതിന്റെ അർത്ഥം മിൻ ഹൈസു ഹുവ മാനാഹു മാനൻ മുസ്തഖില്ലുൻ, സ്വയം ഒരു മാന ഉണ്ടാകുക, മുസ്തഖില്ലായ മാനയായി വരിക എന്ന ഭാഗത്തിലൂടെ സെയ്ദിന്റെ മാന. കാരണം സെയ്ദ് സ്വന്തം മാന ഉണ്ടല്ലേ, ഒരു മുസ്തഖില്ലായ മാന ഉണ്ട്. മനസ്സിലായ? യസുലുഹു, എങ്കിൽ ആ പറഞ്ഞ സെയ്ദിന്റെ മാന പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയാൻ പറ്റും? യൂസഫ ബിൽ ജുസിയ്യത്തി, ആ സെയ്ദ് എന്നുള്ളതിനെ സംബന്ധിച്ച് ജുസിയ്യത്ത് കൊണ്ട് വസ്തു പറയാൻ പറ്റും. ജുസിയ എന്ന് പറയാം. അതോടുകൂടി എന്നിട്ട് വയുഹ്കമ ബിഹ ഇലൈഹി, വയുഹ്കമ ബിഹ, എന്നിട്ട് ജുസിയ്യത്ത് കൊണ്ട് ഹുക്മ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? വയുഹ്കമ ബിഹ, എങ്ങോട്ട് ഹുക്മ് ചെയ്യപ്പെടും? ഇലൈഹി, ഈ പറയപ്പെട്ട മുസ്തഖില്ലായ മാനയിലേക്ക്. എങ്കിൽ കഥാ മാനൽ ഇൻസാനി, ഇപ്രകാരമാണ് ഇൻസാന്റെ മാനയും. യസ്ലുഹു, ആ ഇൻസാനിന്റെ മാന പറയാൻ പറ്റും. അപ്പൊ മാനൽ ഇൻസാൻ, ഇൻസാന്റെ മാന അങ്ങനെ ഇപ്രകാരമാണ്. കാരണം സെയ്ദ് ജുസിയായ രൂപത്തിലാണ്, ഇൻസാനാവുമ്പോൾ കുല്ലിയായ രൂപത്തിലാണ്. അതാ പറഞ്ഞ യസ്ലുഹു പറ്റും. ലി അൻ യുഖ്ബറ ബി അൻ യുഹ്കമ അലൈഹി ബിൽ കുല്ലിയത്തി വൽ ജുസിയ്യ, കുല്ലിയത്ത് കൊണ്ട് ഹുക്മ് ചെയ്യപ്പെടാൻ പറ്റും. അതാണ് സത്യത്തിൽ ഇൻസാന്റെ മാന. കാരണം ഇൻസാനുള്ള അയവാനാത്തിക്കാണ്. ആ അയവാനാത്തിക്ക് ഒരുപാട് ഫർദുകൾ ഉണ്ടാവും. ഇത്ര ഫർദുകൾ എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. ഇനി ഇതിപ്പോ നമ്മളിപ്പോ ഇസ്മിനെ പറ്റിയ ചർച്ച. അതായത് ഇപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാൽ അതിനക്ക് മുസ്തഖിന്റെ മാന ഉണ്ട്. മുസ്തഖിന്റെ മാന ഉണ്ടായത് കൊണ്ട് അതിനക്ക് കുല്ലിയത്ത് കൊണ്ടും ജുസിയത്ത് കൊണ്ടും വസ്തു അറിയപ്പെടും. അതടിസ്ഥാനത്തില് ജുസിയെന്നും പറയാം, കുല്ലിയെന്നും പറയാം. ഇതാണ് ഇപ്പൊ പറഞ്ഞത് അൽഹാസിൽ. എന്നാൽ അതിപ്പോ ഇസ്മിന്റെ കഥയാണെങ്കിൽ അമ്മൽ ഹർഫു, അപ്പൊ ഹർഫ് എന്നുള്ളത് വമ്മൽ ഹർഫു, അപ്പൊ ഹർഫ് ഫൈന മാനാഹു, തീർച്ചയായും ഈ ഹർഫിന്റെ മാന മിൻ ഹൈസു ഹുവ മാനാഹു, അതിന്റെ മാനാന്റെ ഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ, ഇത് മാനയുടെ ഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ ലൈസ, ആ മാനയല്ല മാനൻ മുസ്തഖില്ലൻ, തനിച്ച ഒരു മാന എന്ന് പറയാൻ പറ്റില്ല. എങ്ങനത്തെ തനിച്ചതായ മാനയാണ്? സ്വാലിഹൻ, പറയാൻ പറ്റുന്ന. യകൂന മഅകൂമൻ അലൈഹി അസുല, ഒരിക്കലും മഅകൂമ അലൈഹി എന്ന് അതിനെപ്പറ്റി ഹുക്ം ചെയ്യാൻ പറ്റില്ല. കാരണം മഅകൂമ അലൈഹി എന്ന് പറയുമെങ്കിൽ മുസ്തഖില്ല മാന വരണ്ടേ. ഇത് മുസ്തഖില്ല മാനയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹർഫിനെ സംബന്ധിച്ച് അത് മഅകൂമ അലൈഹി എന്നും പറയാൻ പറ്റൂല, മഅകൂം ബിഹി എന്നും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. പറഞ്ഞു മനസ്സിലായില്ല? അതാ ലാ സ്വാലിഹൻ ജൈസ മാനാവോ, അതിന്റെ ജൈസ എങ്കിൽ അതിന്റെ മാനയല്ല, മാന മുസ്തഖില്ലായ മാനയല്ല. എങ്ങനത്തെ മുസ്തഖില്ലായ മാന? യകൂന മഅകൂമൻ അലൈഹി അസ്ല, മനസ്സിലായില്ലേ? അതായത് മഅകൂമ അലൈഹി ആവാൻ പറ്റുന്ന. എന്താ അതിന് കാരണം പറഞ്ഞ്? അതിന്റെ കാരണം. ഇതിന്റെ കാരണം ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാനയിലൂടെ നോക്കുകയാണെങ്കിൽ മുസ്തഖില്ലായ മാനയല്ല. അതോടുകൂടി അതിന്റെ മേൽ മഅകൂം അലൈഹി പറയാൻ പറ്റൂല, മഅകൂം ബിഹിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. എങ്കിൽ ഇനി അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിന് എങ്ങനെ മനസ്സിലായത്? ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ മഅകൂം അലൈഹി ആവൂല, അതെങ്ങനെ കിട്ടി? അതിന്റെ ദലീൽ വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ കാരണം അന്ന മായന മിൻ, ഒരു മിന്ന് ഇബ്തിദായിന്റെ ഹർഫാണല്ലോ മിന്ന്. അവ മിന്നിന്റെ മായന ഹുവ ഇബ്തിദാഉൻ മഖ്സൂസ്, ഒരു പ്രത്യേകമാക്കപ്പെട്ട
ഒരു തുടക്കമാണ്. ഇബ്തിദാഉ മഖ്സൂസ്, പ്രത്യേകമായ ഒരു തുടക്കം. എങ്ങനത്തെ പ്രത്യേകമായ തുടക്കമാണ്? മൽഹൂദും ബൈന സൈരി വൽ ബസറത്തി, ബസറയുടെയും സൈറിന്റെയും ഇടയിൽ ഇഹാല ചെയ്യപ്പെടും. നമ്മളില്ലേ സിർതു മിനൽ ബസറത്തി ഇലൽ കൂഫ, ഞാൻ ബസറയിൽ നിന്ന് കൂഫയിലേക്ക് എന്ത് ചെയ്ത് യാത്ര ചെയ്തു എന്ന് നമ്മൾ സാധാരണയിൽ പറയാറുണ്ട്. അവിടെ നമ്മൾ മിന്നുണ്ടല്ലോ, ഈ മിന്ന് അത് ഇബ്തിദായിയായ മിന്നാണ്. ഈ ഇബ്തിദായിയായ മിന്നിനിക്ക് മാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ബസറയും വേണം, ഈ സൈറും വേണം, രണ്ടും വേണം. വെറും ഈ സൈറ് മാത്രം ഉണ്ടായാൽ പോരാ, അല്ലെങ്കിൽ വെറും ബസർ മാത്രം ഉണ്ടായാലും പോരാ. ബസറ മാത്രം ഉണ്ടായാലും പോരാ. പിന്നെയോ മസലം ഒരു ഉദാഹരണം പറയാം. അലാ വജിഹിം, ഒരു രൂപത്തിന് എന്ത് ചെയ്യും? ഇഹാല ചെയ്യപ്പെടും, ശ്രദ്ധിക്കപ്പെടും. എങ്ങനത്തെ രൂപമാണ്? യകൂനു ഹുവ ആലത്തൻ, യകൂനു ഹുവ ഈ മിന്ന് ആകും, ആലത്തൻ ലി മുലാഹളത്തിഹിമ, ഈ പറയപ്പെട്ട സൈറിനെയും ബസറിനെയും ശ്രദ്ധിക്കാനുള്ള ഒരു ആയുധമാകും. മാത്രമല്ല വമിർആത്തൻ, അതൊരു കണ്ണാടി പോലെയാവുകയും ചെയ്യും. പിന്നെ എന്തിനു വേണ്ടി? ലിതുഉറഫ ഹാലുഹുമ, ഈ സൈറിന്റെയും ബസറയുടെയും അവസ്ഥയെ മനസ്സിലാക്കപ്പെടാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലാ യകൂനു ബിഹാദൽ ഇഅ്തിബാർ, ഈ പറയപ്പെട്ട ഇഅ്തിബാറിന്റെ അടിസ്ഥാനത്തിൽ, മിന്നിനിക്കുള്ള ഇഅ്തിബാറുണ്ടല്ലോ, ഈ ഇഅ്തിബാറിന്റെ അടിസ്ഥാനത്തിൽ ഇത് ആവുകയില്ല. മൽഹൂലൻ കസുദാ, അത് ലിഹാല ചെയ്യപ്പെടുകയുമില്ല. കസുദ നിലക്ക്, മനഃപൂർവ്വം ഒരിക്കലും അതിലേക്ക് എന്ത് ചെയ്യൂല, ഈ അടിസ്ഥാനത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഇഅ്തിബാർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഫലായസുലുഹു, അവ പറ്റുകയുമില്ല. ഞാൻ മയക്കൂമം ബി, അത് മയക്കൂം ബി ആവാനും പറ്റൂല. ആളാ വിഷയമുള്ളത്, അത് മയക്കൂമ് ബിഹിയാണ് എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂല. പതിലെന്തല്ല അയ്യക്കൂന് മയക്കുമലിയാകുക. അപ്പൊ മയക്കുമലി എന്നും പറയാൻ പറ്റൂല, മയക്കും ബി എന്നും പറയാൻ പറ്റൂല. പിന്നെയോ ഈ അർഫുകൾ എന്ന് പറഞ്ഞാല് രണ്ട് കൈവത്തുകളുടെ ഇടയിലുള്ളതായ നിസ്ബയെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒന്നാണ് ഏത്? മിന്നു പോലുള്ളതായ അർഫുകൾ. മനസ്സിലായ? വകദ, എന്നാൽ ഇപ്രകാരം തന്നെ അൽ ഫീലു താമ്മോ, താമായ ഫീലും ഇപ്രകാരം തന്നെയാണ്. താമായ ഫീൽ ഏതുപോലെ? മസലൻ യസ്തമിലു, അത് ചുറ്റുന്നതാണ്. യസ്തമിലു, അത് ചുറ്റും. എന്തിന്റെ മേ ചുറ്റും? അലാ ഹദസിൻ, ഹദസിന്. ഇപ്പൊ ലറബ എന്ന് പറഞ്ഞാൽ അതിൽ ഹദസുണ്ട്, സ്വായിബുൽ ഹദസും ഉണ്ടല്ലോ. ഹദസുണ്ട്, സ്വായിബുൽ ഹദസുണ്ട് എന്ന്. അപ്പൊ ഹദസിന്റെ മേലിൽ ഈ ലറബ എന്നുള്ളത് ചുറ്റുന്നുണ്ട്. ഏതുപോലെ? അപ്പൊ വകദൽ ഫീലു താമോ, താമായ ഫീലും ഇപ്രകാരം തന്നെയാണ്. ഏതുപോലെ? ലറബ എന്നുള്ള ലഫ്ദ് പോലെ. അതും യസ്തമിലു, അത് ചുറ്റും അലാ ഹദസിൻ, ക്രിയന്റെ മേലിൽ. കാരണം ക്രിയ ഇല്ലാതെ ഒരിക്കലും ലറബ ഉണ്ടാവില്ലല്ലോ. അലാ ഹദസിൻ, ഹദസ് ഏതുപോലെ? ലെർബ് പോലെ, അടിയെ. അതേപോലെ വാലാ നിസ്ബത്തിൻ ബൈനഹു വ ബൈന ഫായിലിഹി, അതേപോലെ ആ ഫീലിന്റെയും അതിന്റെ ഫായിലിന്റെയും ഇടയില് ഉള്ള ഒരു നിസ്ബ, ആ നിസ്ബാന്റെ മേലും എന്ത് ചെയ്യണം? ചുറ്റണം. അപ്പൊ ഹദസും വേണം, അതിന്റെ പുറമെ ഈ മഖ്സൂസത്തായ നിസ്ബയും എന്ത് ചെയ്യണം? വേണം. എങ്കിൽ തിൽക്കൽ നിസ്ബത്ത്, ഈ പറയപ്പെട്ട ലിഹാദ ചെയ്യപ്പെടുന്ന, ഇത്തിബാർ ചെയ്യപ്പെടുന്ന ഈ നിസ്ബ, തിൽക്കൽ നിസ്ബത്തു, എന്നാൽ ഈ പറയപ്പെട്ട നിസ്ബ മൽഹൂലത്തും ബൈനഹുമ, അത് ഈ പറയപ്പെട്ടതായ സൈറിന്റെയും ബസറയുടെയും ഇടയിൽ ഇഅ്തിബാർ ചെയ്യപ്പെടും. ഏതടിസ്ഥാനത്തിൽ?
അല അന്നഹ ഹാലത്തുന്നത് ഹാലത്താണ്. എന്തിനൊക്കെ ഹാലത്താണ്? മുലാഹലത്തിഹിമ, ഈ പറയപ്പെട്ട സൈറിനെയും ബസറയെയും ഇത്തിബാർ ചെയ്യുന്നതിനേക്ക്. അത് ഏതടിസ്ഥാനത്തിൽ? അലാ ഖിയാസി മാനൽ ഹർഫി, ഹർഫിന്റെ മാനന്റെ ചേർത്തി നോക്കിയിട്ട്. ഹർഫിനൊക്കെ ഒരു മാന ഉണ്ടാവുമല്ലോ, ആ ഹർഫിന്റെ മാനയിലേക്ക് ചേർത്തി നോക്കിയിട്ട്. എങ്കിൽ വഹാദൽ മജ്മൂ, ഈ മജ്മൂന് ശൈല എന്താ? ഈ മജ്മൂ അതിന് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ ഹദസ മഅൻ നിസ്ബത്തി, നിസ്ബയോടുകൂടി ഉണ്ടാകുന്ന ഹദസ്, നിസ്ബയോടുകൂടി ഉണ്ടാകുന്നതായ ക്രിയ. മനസ്സിലായില്ലേ? ആ ക്രിയയാവുന്നത് എങ്ങനത്തെ നിസ്ബയാണ്? അൽ മൽഹൂറത്തി, ഇത്തിബാർ ചെയ്യപ്പെടുന്നതായ. ഏതുകൊണ്ട്? ബിദാലിക്കൽ ഇത്തിബാർ, നമ്മളിപ്പോ ഈ പറയപ്പെട്ട ഇത്തിബാറുണ്ടല്ലോ, ഈ ഇത്തിബാർ കൊണ്ട് ഇത്തിബാർ ചെയ്യപ്പെടുന്ന അത് സത്യത്തിൽ പറഞ്ഞാൽ അതെന്താണ്? മാനൻ ഗൈറു മുസ്തഖില്ലിൻ ബിൽ മഫ്ഹൂമിയ്യ, സ്വന്തം ഒരു മാനയില്ലാത്ത ഒന്നാണത്. എന്താ? ബിദാലിക്കൽ ഇത്തിബാർ മാനൻ ഗൈറ മുസ്തഖില്ലിൻ ബിൽ മഫ്ഹൂമിയ്യ, മഫ്ഹൂമ് മനസ്സിലാ, മഫ്ഹൂമ് കൊണ്ട് ഗൈറു മുസ്തഖില്ലായ മാന, ആ മാനയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ മജ്മൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഒരു നിസ്ബ വേണം, പിന്നെ ഒരു ക്രിയ വേണം, ഫായില് വേണം, ക്രിയ വേണം, ഫായില് വേണം. ആ ഫായിലിനെ ഫെയിലിലേക്ക് എന്ത് ചെയ്യണം? ചേർക്കപ്പെടണം, അല്ലേ? ചേർക്കപ്പെടണം. അപ്പൊ ഈ ചേർക്കപ്പെടുക എന്ന് വെക്കുമ്പോൾ മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഈ മജ്മൂഇന്റെ മാന എന്തായി? അത് ഗൈറു മുസ്തഖില്ലിൻ ബിൽ മഫ്ഹൂമിയ്യ. കണ്ടില്ലേ? മഫ്ഹൂമിയ്യത്ത് കൊണ്ട് അത് ഗൈറു മുസ്തഖില്ലാണ്, സ്വന്തം ഒരു മാന അതിലേക്ക് പറയാൻ പറ്റൂല. നമ്മൾ മറ്റൊന്നിനോട് നിസ്ബ ചെയ്തിട്ട് മാത്രമേ അതിന്റെ മാന എന്താകുന്നുള്ളൂ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പലായ സുലൂഹ് പറ്റത്തില്ല. ചെയ്യും ഒരു ചെയ്യ കൊണ്ട് ഒരിക്കലും അതിന്റെ മേലെന്ത് ചെയ്യുക? ഹുക്മ് ചെയ്യപ്പെടാം. അങ്ങനെ ഹുക്മ് ചെയ്യപ്പെടാൻ ഒരിക്കലും എന്ത് ചെയ്യൂല? പറ്റത്തില്ല. ഇതിപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ഇനി ഇവിടെ ഞാമെങ്കിലും, അപ്പൊ ഇത് സത്യത്തിൽ മയക്കൂം അലിയാവാൻ പറ്റൂല, അതേപോലെ തന്നെ മയക്കൂം ബിഹിയും ആവാന് പറ്റൂല എന്ന് പറഞ്ഞ് നിർത്തി ചെയ്യും. പക്ഷെ ഞാമെങ്കിലും ജുസൂഹു, ഈ പറയപ്പെട്ട ജഫറിന്റെ ജുസ്, അതിന് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? അൽ ഹദസ് വഹദ, അത് മാത്രം. ഏതൊരു വീരായാലും അതിൽ ഏതുണ്ടാവും? ഹദസ് ഉണ്ടാവും. ഹദസില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. പിന്നെ മനസ്സിലായില്ലേ? അതാ പറഞ്ഞത് ഞാൻ എങ്കിലും ജുസൂഹു, അതിന്റെ ജുസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഏതാണ്? ക്രിയ മാത്രമാണ്. അത് മഹ്ഫൂദ് പറ്റട്ടെ. അവൻ നമ്മൾ പറഞ്ഞു ഫഹാദൽ മജ്മൂ, അത് പറഞ്ഞു പോകുന്നല്ലോ അല്ലേ? ഞാൻ എങ്കിലും ജുസൂഹു, ഇതിന്റെ ജുസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? മയക്കൂമ് അലിഹി ആയിട്ട് അർഫ് വരൂല എന്ന് പറഞ്ഞ് സുബൂത്താക്കി. ഉദാഹരണം ചെയ്തും മിന്നി എന്ന് പറഞ്ഞിട്ട് അതിനാ മിന്നിനുള്ള ഇബ്തിദായിന്റെ മാന എടുത്തത്
അങ്ങനെ പറഞ്ഞ് സുബൂത്താക്കി. എന്നാ ഞാൻ എങ്കിലും ജുസൂഹു അതിന്റെ ജുസ് അതിന് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? അതിൽ ഹദസ ക്രിയ. അത് നമ്മൾ പറഞ്ഞ ഹർഫിനെ പറ്റിയല്ല പറഞ്ഞ ഫീലിനെ പറ്റിയാണ്. സോറി, നമ്മൾ പറഞ്ഞ ഫീലിനെ പറ്റിയാണല്ലോ, താമായ ഫീലിനെ പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ താമായ ഫീല്, ആ താമായ ഫീലിനെ ഒരിക്കലും എന്താന്ന് പറയാൻ പറ്റൂല. പിന്നെ അതിന്റെ മേലില് താമായ ഫീല്, ആ താമായ ഫീലിൽ ഒരിക്കലും ഈ പറയപ്പെട്ടതായ പിന്നെ മുസ്തഖില്ല മാന, അതിലുള്ള മാനൊക്കെ എന്താണത്? വൈറു മുസ്തഖില്ലായ മാനയാണ് താമായ ഫീല്. അപ്പൊ അതിനെ പറ്റി പറയാം. അതിന്റെ ജ്യൂസ് ഫീലിൻ ജ്യൂസ് ഏതാണ്? അതിനെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹദസ വഹദ, ഹദസ് മാത്രമാണ്. എങ്കിൽ മൗഖൂദിന് അത് പിടിക്കപ്പെട്ടതാണ് ഏതില്? ഈ മഫ്ഹൂമി ഫീലി, ഫീലിന്റെ മഫ്ഹൂമിൽ. കാരണം ഒരു ഫീലാവണമെങ്കിൽ ആ ഫീലിന്റെ മഫ്ഹൂമി എങ്ങനെ വരണം? ഹദസും സാഹിബും കൂടിയിട്ട് വരണം, എന്നാലല്ലേ ഫീലാവുള്ളൂ. അല്ല ഏത് സ്ഥിതിയിൽ ആ ഫീല് അത് മുസ്ലിദിന് അത് ചേർക്കപ്പെട്ടതാണ്. ഇലാ ഷൈഇൻ ആഖറ, വേറെ ഒന്നിലേക്ക് എന്താണ് ചേർക്കപ്പെട്ടതാണ്. കാരണം ഫീല് എന്ന് പറയുമ്പോൾ ഫീലിനക്ക് മാന വേണം, മാന വേണമെങ്കിൽ വേറെ ഒന്നിനോട് ചേർക്കണം, അല്ലാതെ ഫീലിനക്ക് മാന ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീല് ആയി ബിഇതിബാരി ജുസി മാനാഹു, അതിന്റെ മാനാന്റെ രുചിയിലേക്ക് ഇത്തിബാർ ചെയ്തിട്ട് മയക്കും ബിഹി. അപ്പൊ അതിനെ പറ്റി ഈ ഫീലിനെ പറ്റി നമുക്ക് എന്തെന്ന് പറയാം? മയക്കും ബിഹി എന്ന് പറയാം. ഹർഫിനെ പറ്റി മയക്കും ബിഹി എന്ന് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ മയക്കും അലിന്ന് പറയാൻ പറ്റില്ല. എന്നാ അമ്മാബി എത്തിബാരി ജുസ് മാന മജ്മൂഇ ബയനാഹു. ഇവിടെ ഇപ്പൊ ഫീലി എന്നുള്ളതിന്റെ ജുസിലേക്ക് അപ്പൊ നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? അതിന്റെ മാനാന്റെ മജ്മൂഇനെ ഇത്തിബാർ ചെയ്യുകയാണെങ്കിൽ ഏത് ജുഫാക്ക് മാന ഉണ്ടാവുമല്ല, ആ മാനയുടെ മജ്മൂഇനെ ഇത്തിബാർ ചെയ്യാം. മാനയെ മജ്മൂഇനെ ഇത്തിബാർ ചെയ്യലാണെങ്കിൽ വലായക്കും മയക്കുമൻ അലി, അപ്പൊ അത് മയക്കുമലിയാവാൻ പറ്റൂല. വലാ ബിഹി അസിലാതെ മയക്കും ബിഹായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, വരാൻ പറ്റൂല. എങ്ങനെ വെച്ചാല് നമ്മളിപ്പോ ഈ പറയപ്പെട്ടതായ മാനാനെ മജ്മൂൽ മാനാനെ ഇത്തിബാർ ചെയ്തുകൊണ്ടിട്ടുള്ളതായ തഖ്സീമി എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ അതുകൊണ്ട് ഒരു പേര് ഇന്നമന്താനിൽ ഹർഫി, ഒരു പേരിനക്ക് ഹർഫിനെ തൊട്ട് വ്യത്യാസമുണ്ടായിത്തീരുന്നത് ബെഴ്ത്തിബാരി ഇഷ്ടിമാരി മാനാഹു, അതിന്റെ മാന ചുറ്റന്നെ പരിഗണിക്കൽ കൊണ്ടാണ്. പേര് ഇന്നമന്താനിൽ ഹർഫി, അത് ഹർഫിനെ തൊട്ട് വേർതിരിയുന്നത് തന്നെ ബിഇതിബാരി ഇഷ്തിമാലാഹു, ആ ഹർഫിന്റെ മാന അല്ലെങ്കിൽ എന്ത് ചെയ്യാ? അത് ചുറ്റണം. ഏതിന്റെ മേൽ ചുറ്റണം? അലാമാ ഹുവ മുസ്നദുൻ ഇലാ ഗൈരിഹി, വൈറിലേക്ക് ചേർക്കപ്പെട്ടതായ ഒന്നിന്റെ മേൽ എന്ത് ചെയ്യണം? ചുറ്റണം. വൈറിലേക്ക് ചേർക്കപ്പെട്ട ഒന്നിന്റെ മേൽ ചുറ്റണം. വെറും ഫീൽ എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാവില്ല. കാരണം ഫീലിന്റെ ഫായില് പറയണം. എങ്കിൽ ഫായില് പറയപ്പെട്ടെങ്കിൽ മഫ്ഊലിന്റെ സ്ഥാനത്ത് ഫായിലിനെ കൊണ്ടുവരെങ്കിലും വേണം. ബിഖിലാഫിൽ ഹർഫി, ഹർഫിനെതിരായിട്ട്. കാരണം എന്താ? ലഹു മാന, കാരണം ഹർഫിനക്ക് മാന ഇല്ലല്ലോ, വലാ ജുസും ഇല്ലല്ലോ. എന്തിനക്ക് മാന യസ്ലുഹു ഇലാ യകൂന മുസ്നദൻ ബിഹി ഔ മുസ്നദൻ അലൈഹി, അല്ല മുസ്നദ് ഇലൈയോ മുസ്നദോ ആവാൻ പറ്റുന്നതായ ഒരു മാന ഉണ്ടാവും. ഇനി വൈശേഷത്തിന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത്? ഇത്തിലാഹ ആദിഹിൽ മഹാനി, ഈ പറയപ്പെട്ടതായ ഈ ഹർഫുകളുടെ ഈ ഒക്കെ ഉള്ള മാന ഉണ്ടല്ലോ, ഈ മാന സത്യത്തിൽ വ്യക്തമാകുന്നത് എന്തൊക്കെ നിന്റെ അടുക്കല് വൈശേഷത്തിന് ഉദ്ദേശിച്ചാൽ എന്താണോ ഇത്? എന്താ ഈ ഭാരത്തുള്ളത്?
ഫൽഫീലു അപ്പൊ ഫീല് ഇന്നമംതാസ ഈ ഫീല് വേർതിരിയുന്നത് അനിൽ ഹർഫിനെ തൊട്ട് വേർതിരിയുന്നത് ചിലപ്പോ സുക്കൂത്ത് വരുന്നത് ഉറങ്ങി പോവുകയാണ്. അതാണ് ഈ സുക്കൂത്ത് വരുന്നത് കേട്ടോ. കുറച്ചും ഉറക്കിനെ തൊട്ടൊക്കെ നമ്മളെ ഹിദ്മത്തിന്റെ സന്ദർഭത്തിൽ കാക്കട്ടെ. അപ്പൊ ഫൽഫീലു ഒരു ഫീല് ഇന്നമംതാസാനിൽ ഹർഫി ഫീല് ഹർഫിനെ തൊട്ട് വേർതിരിയുന്നത് തന്നെ ബിഇതിബാരി ഇഷ്തിമാലി മാനാഹു അതിന്റെ മാന ചുറ്റ എന്നതിനെ ഇത്തിബാർ ചെയ്തുകൊണ്ടാണ്. എന്തിന്റെ മേ ചുറ്റണം? അലാമാഹുവ മുസ്നദുൻ ഇലാ ഗൈരിഹി ഗൈരിലേക്ക് ഇസ്നാദ് ചേർക്കപ്പെടുന്ന ഒന്നിന്റെ മേൽ എന്ത് ചെയ്യണം? ചുറ്റണം. പക്ഷെ ബിഖിലാഫിൽ ഹർഫി ഹർഫ് അങ്ങനെയല്ല. കാരണം ഇത് ലൈസ ലഹു മാനൻ വലാ ജുസൂൻ അതിന് മാനില്ല ജുസുവില്ല. മനസ്സിലായ യസ്ലുഹു അത് പറ്റില്ല യകൂന മുസ്നദൻ ഇലൈഹി മുസ്നദൻ ബിഹി മുസ്നദ് ബിഹി ഇലൈഹി ഒക്കെ ആയിട്ട് വരാന് പറ്റും. എങ്കിൽ വൈനി ശൈത്താനി ഉദ്ദേശിച്ചാൽ ഇത്തിവാഹ ഹാദിഹിൽ മഹാനി ഈ പറയപ്പെട്ട മാനകളെ ഒക്കെ ഒന്ന് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചാല് വൈൻ ശൈത്ത ഇത്തിവാഹൽ മാനാനി പിന്നെ ഫൈസേത്താനി ഉദ്ദേശിച്ചാൽ ഇത്തിവാഹാദിഹിമാനി ഈ പറയപ്പെട്ട മാനൊക്കെ നിന്റെ അടുക്കൽ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാല് ഫഅബ്ബിർ അങ്ങനല്ലേ ഈ ഭാഗത്ത് തോന്നുന്നുണ്ട്. ഫഅബ്ബിർ അതന്നെ നീ ഈ ഭാഗത്തിട്ടോ അൻ മാനാ മിന്നിന്റെ മാനാനക്ക് നീ എന്ത് ചെയ്തോ ഇബാറത്തിട്ടോ ബി ലഫ്ദിഹി അതിന്റെ ലഫ്ദ് കൊണ്ടിട്ട് ഇബാറത്തില്ല ഇബാറത്ത് ഇസ്തിമാൽ ചെയ്യാം ലഫ്ദ് കൊണ്ട്. എന്നിട്ട് സുമ്മൻദുർ പിന്നെ നോക്കിക്കോ ഹൽ തഖ്ദിറു നിനക്ക് കഴിയോ അൻ തഹ്കുമ അലൈഹി അതിന്റെ മേലില് ഹുക്മ് ചെയ്യാൻ പറ്റോ? മനസ്സിലായില്ലേ? അതിന്റെ മേൽ ഹുക്മ് ചെയ്യാൻ പറ്റോ? അത് മഹ്കൂം അലി ആയിട്ട് വരുമോ? ഔ ബിയെങ്കിൽ മഹ്കൂം ബി ആയിട്ട് വരുമോ? ഔലാ വരൂലേ? അതാണ് നീ മനസ്സിലാക്കാനുള്ളത്. എന്നാൽ വല അദുന്നുക ഞാൻ ഭാവിക്കുന്നില്ല അൻ തകൂന ഫീ മിരിയത്തിൻ മിൻ ദാലിക അൻ തകൂന ഇത് ആവേ ഫീ മിരിയത്തിൻ മിൻ ദാലിക ഇത് സംബന്ധമായിട്ടുള്ള ഒരു സംശയം ഇവിടെ ഉണ്ടാവാൻ ഏതായാലും ചാൻസ് ഉണ്ട്. എങ്കിൽ കഥ ഇപ്രകാരം തന്നെയാണ്. അബ്ബറ ഇവിടെ ഇബാറത്തിട്ടു അൻ മാനാ ലറബന്റെ മാനാനെ തൊട്ട് ഇബാറത്തിട്ടു. ഏതുകൊണ്ടാണ് ഇബാറത്തിട്ടത്? ബി ലഫ്ദി സുമ്മത അമ്മ സുമ്മ കൊണ്ട് ഇബാറത്തിട്ടിട്ടുണ്ട്. താമ്മൽ നീ ചിന്തിക്കും. പൈനക്ക തീർച്ചയായിട്ടും ഇത് നീ തെജുതി എത്തിക്കും. അന്നക്ക ജഅൽത ളിർബ മുസ്നദ നീ എന്തേത് ഒരു ളിർബിനെ നീ ആക്കിയത്. പരാതുന്നുക്കാൻ ഇന്ന് ഞാൻ ഭാവിക്കുന്നില്ല തെക്കോനെ ഫീ മിരിയത്തിൻ മിൻ ദാലിക ഇതിന് സംശയം നിനക്കുണ്ടാകുമെന്ന് എനിക്ക് സംശയമില്ലാന്ന് ഞാൻ ഭാവിക്കുന്നില്ലാന്ന്. വകഥ ഇപ്രകാരം തന്നെ അബ്ബിർ വിഭാഗത്തിട്ടു എങ്കിൽ അബ്ബറ ഇവിടെ മുസ്ലിം വിഭാഗത്തിട്ടു അൻ മാന ലറബ ലറബ എന്നുള്ള മാനാനെ തൊട്ട് ലറബ എന്നതിന്റെ
മാനാനെ തൊട്ട് ഇബാറത്തിട്ടു ബി ലഫ്ലിഹി സുമ്മ എന്ന ലഫ്ല് കൊണ്ടിട്ട്. മനസ്സിലായില്ലേ? താമൽ നീ ചിന്തിക്ക്. ഫൈനക തീർച്ചയായും നീ തെജിദു നീ എത്തിക്കും. അന്നക്ക കത് ജഅൽത ലർബ തീർച്ചയായും ലർബിനെ നീ എത്തിച്ചു. മുസ്നദൻ മുസ്നദായിട്ട് എത്തിച്ചു. എങ്ങോട്ടുള്ള മുസ്നദിലാ ഷൈഇൻ ഒരു വസ്തുവിലേക്ക്. ഫൈനക തീർച്ചയായിട്ടും നീയെ തെജിദു നീ എത്തിക്കും. അൻജഅൽത നീ ആക്കിയിരിക്കുന്ന ലർബ ലർബിനെ മുസ്നദൻ ഇലാ ഷൈഇ ഷൈഇലേക്ക് ചേർക്കും. കാരണം ലർബ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വരിയിലേക്ക് ചേരണല്ല. മനസ്സിലായില്ലേ? വറുബ്ബമാ സറഹത ചിലപ്പോൾ നീ അത് വ്യക്തമാക്കും. പിന്നെ സറഹത്ത ബി അതുകൊണ്ട് നീ വ്യക്തമാക്കും. ഔമാവത്തേക്കെങ്കിൽ അതിലേക്ക് നീ എന്ത് ചെയ്യും? സൂചിപ്പിക്കും. ബസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.